കുറച്ചധികം പണികൾ കിട്ടിയ ഒരു യാത്രയായിരുന്നു ഇത്. അതെ, നമ്മൾ അബുദാബി വരെ ഒന്ന് പോവാണ് കേട്ടോ. രാവിലെ 8:30 തന്നെ ഇറങ്ങി. ഞായറാഴ്ചയായിരുന്നു, അതുകൊണ്ട് ലിൻചേട്ടന് മുടക്കാണ്. പിന്നെ ഇതൊരു ലോങ് ട്രിപ്പാണ്. അവിടെ ഡെസ്റ്റിനേഷൻ പോയിന്റിൽ എത്താൻ തന്നെ ഒരു 3.5 മണിക്കൂർ എടുക്കും. ഒരു ഡെസേർട്ട് ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ എനിക്ക് കുറേ അധികം പ്ലാൻ ഉണ്ടായിരുന്നു കേട്ടോ. അതായത് നല്ല ഡിസൈനിലുള്ള മണലാരണ്യങ്ങൾ ഉണ്ടാവുമല്ലോ, അതിന് നടുവിൽ നിന്ന് ഫോട്ടോ എടുക്കണം എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച പോലത്തെ മണലാരണ്യങ്ങളൊന്നും അവിടെ കണ്ടില്ല ഗൈസ്. അവിടെയാണ് എനിക്ക് ആദ്യത്തെ പണി കിട്ടിയത്. അങ്ങനെ അവിടെ എത്തി ഫ്രണ്ടിനെ കണ്ട് സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ചു വരുന്ന വഴിക്കാണ് നമ്മൾ അടുത്ത പണി കിട്ടിയ കാര്യം അറിഞ്ഞത്. അതായത് മീറ്ററിന് ക്യാമറ വെച്ചിട്ടുള്ളത് വെറുതെ അല്ല, ഫൈൻ അടിച്ചിട്ടുണ്ട് നമുക്ക്. ആ വിഷമത്തിലിരിക്കുകയാണ് കേട്ടോ ഞാൻ. ഇവിടുത്തെ ആകാശത്തിന് ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. എത്ര നോക്കിയിരുന്നാലും മതിയാവില്ല. അതുകൊണ്ട് തന്നെ ടൈം പോണത് അറിഞ്ഞേ ഇല്ല. വൈകിട്ട് ഒരു 3 മണി 4 മണിയൊക്കെ ആവാറായപ്പോഴത്തേനും നല്ല വിശപ്പ്. അങ്ങനെ ദുബായിൽ എൻ്റർ ചെയ്തപ്പോൾ നമ്മൾ ദേ ഈ കാണുന്ന ഇബ്നു ബത്തൂത്ത മാളിൽ കയറിയിട്ടോ. ഇത് 2005 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു മാളാണ്. ഇവിടെ 300-ലധികം ഷോപ്സ് ഉണ്ട്. പക്ഷെ നമ്മൾ ആദ്യം പോയത് ഫുഡ് കോർട്ടിലോട്ടാണ്. സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ KFCയിൽ കയറി ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ഇരിക്കാൻ സ്ഥലം കിട്ടാനാണ് ഏറ്റവും പാടുപെട്ടത്. അതിനുശേഷമാണ് മൂന്നാമത്തെ പണി കിട്ടിയത്. എനിക്ക് കിട്ടിയ ലെഗ് പീസിൽ നല്ല ഉപ്പുണ്ടായിരുന്നു ഗൈസ്. പിന്നെ നല്ല തിരക്കുണ്ടായിരുന്നത് കൊണ്ട് ഞാൻ കംപ്ലയിൻറ്റ് ചെയ്യാനൊന്നും പോയില്ല. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് തീർത്ത് പിന്നെ നമ്മൾ മോളൊന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇറങ്ങി. ഇവിടുത്തെ ഇൻറ്റീരിയേഴ്സ് എസ്പെഷ്യലി സീലിംഗ് വർക്ക്സ് അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട്. പിന്നെ നല്ല വലുപ്പമുള്ളൊരു മോളായതുകൊണ്ട് തന്നെ ഫുള്ളായിട്ട് എക്സ്പ്ലോർ ചെയ്യാനൊന്നും നിന്നില്ല. കാരണം നമുക്കൊരു 7 മണി ആകുമ്പോഴത്തേനും വീട്ടിൽ തിരിച്ചെത്തണം. എന്നിട്ട് വേണം രാത്രിയിലേക്കുള്ള ഡിന്നർ ഉണ്ടാക്കി കഴിച്ച് കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ ഏർലി മോർണിംഗിൽ തന്നെ ലിൻചേട്ടന് ഷാർജയിൽ നിന്ന് ദുബായിലോട്ട് 2-3 മണിക്കൂർ ട്രാഫിക്കിലും കിടക്കണം. പിന്നെ രാവിലെ നേരത്തെ റൂമിൽ നിന്ന് ഇറങ്ങിയത് കൊണ്ടും പിന്നെ ഒരു 5-8 മണിക്കൂർ നമ്മൾ കാറിൽ തന്നെ ആയിരുന്നല്ലോ, അതുകൊണ്ട് നമ്മൾ രണ്ടുപേരും അത്യാവശ്യം നല്ല ടയർഡായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഷെയ്ഖ് സാദ് റോഡിലോട്ട് കയറിയപ്പോൾ നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് കൂളായി. രാത്രിയിൽ എന്തു ഭംഗിയല്ലേ കാണാനായിട്ട്. അപ്പോൾ അതൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.